ഇതേ എന്നാ ഇത് വെച്ചിരിക്കുന്നത്? ഞാനൊരു റീല് കാണായിരുന്നു. എന്നാടി? സുരഭി ലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ. എന്നാ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു. എന്താണ്? സ്കൂളിൽ പോവാനേ ചെറുപ്പത്തിൽ എനിക്ക് ഈ ഇന്റർവ്യൂല് പറയുന്ന പോലെ ഭയങ്കര മടിയായിരുന്നു. സ്കൂളിൽ പോകാൻ എത്ര വയസ്സുള്ളോ? എനിക്ക് പൊതുവെ സ്കൂളിൽ പോകാൻ എപ്പോഴും മടിയായിരുന്നു. ചെറുപ്പത്തിൽ ഇച്ചിരി കൂടി കൂടുതലായിരുന്നു. ഞാനും ചേച്ചിയും കൂടിയിട്ട് സ്കൂളിൽ പോകുമ്പോ സ്കൂൾ ബസ് വരുന്നിടത്തേക്ക് നടന്നു പോണം. ഫ്രണ്ടിലല്ല സ്കൂൾ ബസ് വരെ, കുറച്ച് നടന്നു പോണം. അപ്പൊ ഞങ്ങളെന്നും നടന്നു പോകുന്ന സമയത്ത് പകുതി എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും റോഡില്. എനിക്ക് മടിയാ. അതായത് ചേച്ചിന്റെ എന്തെങ്കിലും കൂടിയിട്ട് വീട്ടിൽ നിന്ന് വിടും. പക്ഷെ ഞാൻ റോഡിന്റെ നടുവിലിരിക്കും, എനിക്ക് വയറുവേദന എടുക്കുന്നത് പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചിക്ക് അറിയാം ഇത് അടവാണ്. അപ്പൊ എന്താണ് ചേച്ചി പറയും മര്യാദയ്ക്ക് നടന്നോന്ന് പറയും. ഞാൻ അവിടെ നിന്ന് ഭയങ്കര അരച്ചില്ല, എനിക്ക് വയറുവേദന എടുക്കുന്നത്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നും രണ്ടാൾക്കും ബസ് കിട്ടില്ല, അവൾക്കും ബസ് കിട്ടില്ല, എനിക്കും ബസ് കിട്ടില്ല. എനിക്ക് പിന്നെ പോകണ്ട, അവൾക്ക് എന്നും സ്കൂള് പോവാൻ പറ്റില്ല ഞാൻ കാരണം. അപ്പൊ പിന്നെ ആള് വീട്ടിൽ ചെന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഒന്നല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്റെ കൂടെ വിടാതിരിക്കുക. അപ്പൊ അതെനിക്ക് ഓർമ്മ വന്നു. അവള് എന്നിട്ട് റോഡിൽ നിന്ന് പിച്ചൊക്കെ ചെയ്യും, എനിക്കടി ഇവിടുന്നൊക്കെ പറഞ്ഞിട്ട്. ബസ് വൈകും. അതുപോലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ ഭയങ്കര അരച്ചില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറൊക്കെ വിളിപ്പിക്കും ഇവിടെ ക്ലാസ്സിലോട്ട്. അപ്പൊ അങ്ങോട്ട് ആള് ചെന്നാൽ തന്നെ അവൾക്കറിയാം ഞാൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ചേച്ചീനെ വിളിപ്പിക്കുന്നേന്ന്. അപ്പൊ ചേച്ചീന്റെ ഭയങ്കര ഉപദ്രവമായിരുന്നു ചെറുപ്പത്തിൽ. അതുകൊണ്ട് പാവം, എനിക്ക് സ്കൂളിൽ പോകാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ മടിയുള്ളതുകൊണ്ടല്ലേ. അവളെന്നെ കൊറേ ഉപദ്രവിച്ചിട്ടുണ്ട് അതും പറഞ്ഞിട്ട്. പിച്ചൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പക്ഷെ ഭയങ്കര പാവമായിരുന്നു. ഉണ്ടോ എനിക്ക് എന്റെ കയ്യിലൊക്കെ കുത്തി. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ചേച്ചിക്ക് ഒരു ശരീരത്തിൽ ഒരു പാട് പോലും ഇല്ല. പക്ഷെ ഇതൊക്കെ കണ്ടോ, എനിക്ക് ഇവിടെ ഒരു പാടുണ്ട്. ചേച്ചി കത്രി കൊണ്ട് കുത്തിയതാ. അത് ഞങ്ങള് രണ്ടാളും കൂടി കളിച്ചോണ്ടിരിക്കുമ്പോ അവളെന്തോ ചോദിച്ചപ്പോ ഞങ്ങള് മറ്റേ ചോറും കറിയൊക്കെ വെച്ച് കളിക്കായിരുന്നു. എന്തോ അരിയുന്ന സാധനം, അപ്പൊ കത്രിക കൊണ്ടാ ഇലക്കെ അരിയുന്നേ. അത് ഞാനെന്തോ ചെയ്യപ്പോ ഞാൻ ചെയ്തോളാ പറഞ്ഞപ്പോ അവള് എന്തോ അങ്ങനെ അവള് വലിച്ചിട്ട് അവൾക്ക് ദേഷ്യം ഒന്ന് കത്രി കൊടുത്തിട്ട് ഒരു ഒറ്റ എന്നിട്ട് ചോരങ്ങനെ ഒഴുകി വരുന്നേ. എന്നിട്ട് ഞാന് പിന്നെ അവളപ്പോ ഇത് കുത്തിക്കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു എടാ പ്ലീസ് അടി ആരോടും പറയല്ല, അച്ഛനോടും അമ്മോടും പറയല്ല, എനിക്ക് അടി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവളിരുന്ന് പേടിച്ചിട്ട് കരയുന്ന കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. ഞാൻ വിചാരിച്ച പറയണ്ട, പക്ഷെ ബ്ലഡ് ഇങ്ങനെ ഒലിച്ച് അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. അപ്പൊ വീടിന്റെ അപ്പുറത്തുള്ള ഒരു അങ്കിള് വന്നായിരുന്നു. അപ്പൊ മൂപ്പര് വന്ന വഴിക്ക് ഞാൻ കൈ ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ച്. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി എന്തോ ബന്ധിയല്ലാതെ രണ്ടാളും നിൽക്കുന്നേന്ന്. ഞങ്ങൾ രണ്ടാളും ഇരുന്ന് അപ്പൊ വീടിന്റെ ബാക്ക് സൈഡിൽ ഇരുന്ന് കളിക്കാം. അപ്പൊ ബാക്ക് സൈഡിൽ വേറെ വീടുണ്ട്, രണ്ട് വീടും ആന്ധ്രയിലുള്ളപ്പോഴാണ്. അപ്പൊ എന്താണ് മൂപ്പര് എന്താന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കളിക്കാന്ന്. അപ്പൊ പക്ഷെ ഞാൻ അങ്ങനെ കൈ ബാക്കിലോട്ട് കെട്ടിക്കുമ്പോ ബ്ലഡ് ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതും താഴെ വീഴുന്നൊക്കെ മൂപ്പര് കാണുന്നുണ്ട്. മൂപ്പര് നോക്കട്ടെ പറഞ്ഞപ്പോ ഞാൻ ഒന്നുമില്ല ചേച്ചിക്ക് അടി കിട്ടണ്ട വിചാരിച്ചിട്ടാ. അപ്പൊ ആലോചിച്ചൊക്കെ ഞാൻ എന്തുമാത്രം പാവായിരുന്നു. എന്നിട്ട് മൂപ്പര് കണ്ടു, കണ്ടു വീട്ടില് പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞു അവള് ചെയ്തൊന്നല്ല, കൈ കത്ര കൊണ്ട് മുട്ടി ഇങ്ങനെ കുത്തിയതാന്നൊക്കെ പറഞ്ഞു.